Hi students, Calicut University BCom third semester subject corporate accounting. This corporate accounting in the first chapter model, the last chapter where entire syllabus we cover in the lecture series frame out. First topic first chapter first topic, that is redemption of debenture. Redemption ennu paranjal namukkariya redemption ennu paranjal endana repayment cheyyuka ennanu alle tirichadakkuka. സാധാരണ കമ്പനി റിഡീമബിൾ ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യാറ്. റിഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ എക്സ്പയറി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മെച്യൂരിറ്റി പീരീഡ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഡിബഞ്ചർ റീപേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ദ മീനിങ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ഇത് ഡിബഞ്ചർ എന്ന ലാബിലിറ്റി അക്കൗണ്ടിന് എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ്, ഡിസ്ചാർജ് ചെയ്യുകയാണ് ഈ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിബഞ്ചർ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ അത് ഒന്നിരിക്കെ പാർലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ റിഡീം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഒരു 10 വർഷത്തേക്കാണ് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത്. ഒരു 20 lakh ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ഈ 20 lakh ഡിബഞ്ചർ എന്ത് ചെയ്യണം, തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ ഈ ഫണ്ട് ഉണ്ടാകും എന്ന് കമ്പനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ കമ്പനി പ്രോഫിറ്റിൽ നിന്ന് ഒരു പ്രൊവിഷൻസോ അല്ലെങ്കിൽ റിസർവ്സ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിബഞ്ചർ പാർലോ പ്രീമിയത്തിലോ റിഡീം ചെയ്യും. ഓക്കെ, ഇവിടെ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രോസ്പെക്ടേഴ്സ് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ ഫണ്ട് റേസ് ചെയ്തിട്ട്, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ. അങ്ങനെ ഫണ്ട് സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്ത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി റിഡീം ചെയ്യുമ്പോൾ സാധാരണ പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൻ എമൗണ്ട് ഓരോ വർഷവും മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന ഫണ്ട് DRR, ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്സ് ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് എത്രയാണോ എടുക്കുന്നത് അത് DRRലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഈ DRR അക്കൗണ്ട് റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈ DRR റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കൂ, വേറെ ഒരു പർപ്പസിനും DRR ഉപയോഗിക്കില്ല. ഓക്കെ, അതുമായി DRRമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. DRR എപ്പോൾ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനത്തെ ഡിബഞ്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 18 മാസത്തേക്കാൾ, മെച്യൂരിറ്റി പീരീഡ് 18 മാസത്തേക്കാൾ കൂടുതലുള്ള ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 18 മാസത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ള ഡിബഞ്ചർ റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ DRR ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന് DRR എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. ദെൻ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഡീം ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ഡിബഞ്ചറിൻ്റെ 50% എങ്കിലും DRRൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് DRRുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ്ലൈൻസ്. ഇനി ഡിബഞ്ചർ റിഡീം ചെയ്യണം. റിഡീം ചെയ്യുമ്പോൾ 10 വർഷത്തേക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 20 lakh rupees നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടി. ഇത് 10 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്. എന്തിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാം, എന്തിൽ നിന്നൊക്കെയാണ് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിലത്തെ ഫസ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കമ്പനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൊടുത്തു വീട്ടാനുള്ള ഡിബഞ്ചർ കൊടുത്തു വീട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, ഇപ്പോൾ 10 വർഷത്തിലുള്ള 20 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ കൊടുത്തു വീട്ടാൻ വേണ്ടിയിട്ട് പുതിയൊരു ഡിബഞ്ചറോ അല്ലെങ്കിൽ പുതിയൊരു ഇക്വിറ്റി ഷെയറോ ഇഷ്യൂ ചെയ്യുക. അങ്ങനെ ഫണ്ട് റേസ് ചെയ്ത്
ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, റിഡംഷൻ ചെയ്യുന്നു. അതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫണ്ട് ബൈ അസറ്റ് വിറ്റിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഫണ്ട് ഉപയോഗിച്ചിട്ട് റിഡീം ചെയ്യുന്നു. അത് സാധാരണ അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയിട്ട്, അപ്പോൾ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നു. ദെൻ നാലാമത്തെ മെത്തേഡാണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി. ഇത് നമുക്ക് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യും. ഓക്കെ, മെത്തേഡ്സ് ഓഫ് റിഡീമിങ് ഡിബഞ്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സോഴ്സ് ഓഫ് റിഡംഷനും മെത്തേഡ്സ് ഓഫ് റിഡംഷനും. ഓക്കെ, മെത്തേഡ്സ് ഓഫ് redeeming of debenture. There are some important methods are discussing below. First one, drawing lot, and second one, redemption by payment in lump sum and by converting debenture into new share or debenture by purchase of on debenture in open market. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ബൈ പീരിയോഡിക്കൽ ഡ്രോയിങ്സ്. അണ്ടർ ദിസ് മെത്തേഡ് certain portion of debenture are redeemed periodically. This means the debenture are redeemed in installment. ഇപ്പോൾ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അപ്പോൾ 5 വർഷം വരെ കമ്പനി റിഡീം ചെയ്തിട്ടില്ല. 5ാമത്തെ വർഷം മുതൽ കമ്പനി റിഡീം ചെയ്യാൻ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, റിഡീം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, കമ്പനി 20 lakhൻ്റെ ഡിബഞ്ചർ ഉണ്ട്, 10 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ആദ്യത്തെ 5 വർഷം കമ്പനി റിഡീം ചെയ്യുന്നില്ല. 6ാമത്തെ വർഷം മുതൽ ഓരോ വർഷങ്ങളിലായിട്ട് കമ്പനി 20% വെച്ചിട്ട് ഡിബഞ്ചർ ചെയ്യുന്നു, റിഡീം ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, റിഡംഷൻ ബൈ പീരിയോഡിക്കൽ ഡ്രോയിങ്സ്, ലോട്ടറി മെത്തേഡ്, ഇൻസ്റ്റാൾമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ റിഡീം ചെയ്യുന്നത് ഒരു സർട്ടൈൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. ഡ്രോയിങ് ലോട്ട് ചെയ്തിട്ട് ഒരു കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, റാൻഡംലി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, റിഡീം ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഈ മെത്തേഡിനെയാണ് ഡിബഞ്ചർ അല്ല ലോട്ടറി മെത്തേഡ്, ഡ്രോയിങ് ബൈ ലോട്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ ഓരോ വർഷവും ഇപ്പോൾ 5 വർഷം, ഇപ്പോൾ ഈ നമ്മുടെ എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ 5 വർഷം വരെ റിഡംഷൻ ചെയ്യുന്നില്ല, 6ാമത്തെ വർഷം മുതലാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ 6ാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ എൻട്രി എഴുതും. എന്താ എഴുതിയ, ഇപ്പോൾ ഡിബഞ്ചർ റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഡ്യൂ ആകുമ്പോൾ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ എന്ന ലാബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡ്യൂ ആയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല, ഡ്യൂ ആയിട്ടുള്ളൂ. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ പുതിയൊരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ആ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിട്ടുള്ള ഡിബഞ്ചർ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് ക്രിയേറ്റ് ചെയ്ത ലാബിലിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യുന്നു. ടു ബാങ്ക് ക്യാഷ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ, ഇത് ഓരോ വർഷവും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. 5ാമത്തെ വർഷം 6ാമത്തെ വർഷം, 7ാമത്തെ വർഷം, 8ാമത്തെ വർഷം, 9, 10 വർഷം ആകുമ്പോഴത്തേന് അത് ഫുൾ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, കൊടുത്ത് വീട്ടിയിട്ടുണ്ടാകും. ദെൻ നെക്സ്റ്റ് മെത്തേഡ് റിഡംഷൻ ഇൻ ലംസം ആഫ്റ്റർ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു ഡേറ്റിൽ ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, 10 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്തത്. എത്ര എമൗണ്ട് ഉണ്ട്, 20 ലക്ഷം. ഇപ്പോൾ 20 ലക്ഷം റിഡീം ചെയ്യാനുണ്ട്. ഈ 20 ലക്ഷം റിഡീം ചെയ്യുന്നത് ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റിൽ, ഇപ്പോൾ 10 വർഷത്തിൻ്റെ എൻഡിൽ ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റിൽ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നു. അതിനെയാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. സംടൈംസ് ഡിബഞ്ചർ വിൽ നോട്ട് ബി റിഡീംഡ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റിഡീം ചെയ്യില്ല. അതിന് പകരം ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റിൽ റിഡീം ചെയ്യുന്നു. എന്നൊരു സർട്ടൻ പീരീഡിൽ ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റിൽ ഫുൾ എമൗണ്ട് റിഡീം ചെയ്യാനുള്ള ഫുൾ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കൊടുത്തു വിട്ടുന്നു. അങ്ങനെയുള്ള മെത്തേഡിനാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് റിഡീം ചെയ്യുന്നത് പാർലോ പ്രീമിയത്തിലോ, പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും പാർലോ പ്രീമിയത്തിലോ എന്താണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ പാർലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ റിഡീം ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി. അത്
പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ഇനി ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ അത് തന്നെ സെയിം എൻട്രി തന്നെയാണ്, പക്ഷെ അവിടെ പ്രീമിയം കൂടി എൻട്രി ചെയ്തിരുന്നുള്ളൂ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ എപ്പോഴും ഫേസ് വാല്യൂ ആണ് അതിൻ്റെ വരുള്ളൂ. എത്രയാണോ ഇപ്പോൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 110 റിഡീം ചെയ്യുന്നതെങ്കിൽ 10 രൂപ എന്ത് വരും, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് അക്കൗണ്ട് അതിൽ ചെയ്യും. ഓക്കെ, ഫുൾ എമൗണ്ട് എത്രയാണോ റിഡംഷൻ വാല്യൂ അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിലേക്ക് ഡെബിറ്റ് ചെയ്യും. അത് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രീമിയം സമയത്ത് ഉള്ള ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോഴുള്ള പ്രീമിയം ഇത് ഫണ്ട് ഉപയോഗിക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു എൻട്രി ചെയ്തിടണം, സെക്യൂരിറ്റി പ്രീമിയം ഓർ ജനറൽ റിസർവ്സ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ഫണ്ട് എന്നാണ് ഈ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ്. അപ്പോൾ നമ്മളിവിടെ 2 മെത്തേഡ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ലംസം മെത്തേഡും ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും. ഈ 2 മെത്തേഡും ഡിസ്കസ് ചെയ്തു. ബാക്കി 2 മെത്തേഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് കൺവേർഷനും ആൻഡ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസും. ഈ 2 മെത്തേഡും നമ്മൾ ലേറ്ററായിട്ട് ഡിസ്കസ് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 സോഴ്സസും 4 മെത്തേഡാണ് പറഞ്ഞത്. 4 സോഴ്സസ്, ഒന്ന് ഫ്രഷ് ഇഷ്യൂ, ക്യാപിറ്റൽ, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് സിങ്കിങ് ഫണ്ട് അല്ലേ. മെത്തേഡ്സ് 4 പറഞ്ഞു. ഏതൊക്കെയാണ് മെത്തേഡ്സ്? ഡ്രോയിങ് ലോട്ട്, ലംസം ആൻഡ് കൺവേർട്ടിങ് ടു ഇക്വിറ്റി ഷെയർ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്. അപ്പോൾ ഇതിൽ 2 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സസ് ആണ്. അപ്പോൾ സോഴ്സസിൽ ഫസ്റ്റ് സോഴ്സസ് ആണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എ കമ്പനി മേ ഇഷ്യൂ ന്യൂ ഷെയർ ഓർ ന്യൂ ഡിബഞ്ചർ ഓർ ബോത്ത് റിഡീമിങ് എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ. ഇപ്പോൾ ഡിബഞ്ചർ റിഡീം ചെയ്യാനുണ്ട്. ആ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പുതുതായിട്ട് ഷെയറോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്തു. അപ്പോൾ പുതിയ ഡിബഞ്ചറോ ഷെയറോ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് കിട്ടും. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അത് റീപേയ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നു. ഓക്കെ, ഇൻ സച്ച് എ കേസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി നോട്ട് എഫക്റ്റഡ്. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ പുതുതായിട്ട് കൊടുത്തു വിട്ടാനുള്ള ഡിബഞ്ചർ എത്രയാണ്? അപ്പോൾ 20 lakh കൊടുത്തിട്ട് വേണ്ട. അപ്പോൾ 20 lakh ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ആ 20 lakh ഉപയോഗിച്ചിട്ട് ഈ 20 lakh എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇവിടെ എന്താ, ജസ്റ്റ് പഴയ ഡിബഞ്ചറിന് പകരം ഒരു പുതിയ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു? വരുന്നുള്ളൂ. The only change is that new share capital or debenture take place in the place of old debenture. പഴയ ഡിബഞ്ചറിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ ഡിബഞ്ചർ വരുന്നു എന്നൊരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് മേ ബി നോട്ട് ദാറ്റ് when debenture are redeemed out of fresh issue there is no need to create a DRR. അപ്പോൾ DRRൻ്റെ ഒരാവശ്യമൊന്നും ഈ ഫ്രഷ് ഇഷ്യൂവിൻ്റെ കേസിലില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കൂടിയിട്ട് 1-2 സോഴ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ലെക്ചർ സീരീസ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എൻ്റയർ ഫുൾ സിലബസ് കവർ ചെയ്ത് ലാസ്റ്റ് ചാപ്റ്റർ വരെ നമ്മൾ ഈ ഒരു ലെക്ചർ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എപ്പോഴാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു എവരിവൺ.